ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ദുരന്തഭൂമിയിൽ കൈത്താങ്ങാകാനും പ്രകൃതിക്ഷോഭം മൂലം എല്ലാം നശിച്ചവർക്ക് അല്പം സാന്ത്വനം പകരാനും വിദ്യാർത്ഥി കൂട്ടമൊരുങ്ങുന്നു. മലയോര മേഖലകളിലും മറ്റും നിരന്തരമുണ്ടാകുന്ന ദുരന്തങ്ങളെ നേരിടുന്നതിനും ഇരകളെ പുനരധിവസിപ്പിക്കുന്നതിനും കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ആദ്യ സ്റ്റുഡൻസ് റെസ്പോൺസ് സേനയ്ക്ക് രൂപം നൽകിയത്. കോഴിക്കോട്ടെ സേനയുടെ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. കേരളത്തിലാദ്യമായി വിദ്യാർത്ഥി ദുരന്ത നിവാരണ സേന കോഴിക്കോട് സജ്ജമാകുന്നു. ദുരന്തഭൂമിയിൽ രക്ഷകരായി വിദ്യാർത്ഥി സേനയും. PSC റാങ്ക് ലിസ്റ്റുകളുടെ സമയപരിധി നീട്ടണമെന്ന് യുവമോർച്ച. പ്രതിഷേധവുമായി PSC ഓഫീസ് മാർച്ച്. ലീഡർ കെ കരുണാകരന്റെ 6ാം ഓർമ്മ ദിവസം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം. വാർത്തകൾ വിശദമായി. ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ ഇനി വിദ്യാർത്ഥികളും സജീവമായിരിക്കും. അത്തരത്തിൽ കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ആദ്യ സ്റ്റുഡൻസ് റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സിന് രൂപം നൽകുന്നത്. പ്രകൃതി ദുരന്തം കൂടുതലുണ്ടാകുന്ന മേഖല കണക്കിലെടുത്ത് കോടഞ്ചേരി ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ച് ആദ്യ പൈലറ്റ് യൂണിറ്റ് ആരംഭിക്കും. വിദ്യാർത്ഥി സേനയുടെ ഉദ്ഘാടന കർമ്മം മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സംയുക്ത സംരംഭമാണ് സ്റ്റുഡൻസ് റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സ്. മലയോര മേഖലകളിലും മറ്റും നിരന്തരം സംഭവിക്കുന്ന ദുരന്തങ്ങളെ നേരിടുന്നതിനായും ദുരന്തത്തിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനുമായി ജനങ്ങളെ പ്രാപ്തരാക്കുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാന ലക്ഷ്യം. സംസ്ഥാനത്തിൽ ആദ്യമായി കോഴിക്കോട് ജില്ലയിൽ ഈ സംരംഭം പ്രവർത്തനം ആരംഭിക്കുകയാണ്. ജില്ലയിലെ ദുരന്ത നിവാരണ മേഖലകളിൽ എവിടെയും ഇവരുടെ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രക്ഷാ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. കോടഞ്ചേരി ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംരംഭത്തിന്റെ ഉദ്ഘാടന കർമ്മം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പുതിയ സംരംഭം സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കുന്നത് പരിഗണിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ജനകീയ ഇടപെടലാണ് ഏറ്റവും പ്രധാനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. വിദഗ്ധ പരിശീലനത്തിന്റെ അപാകതകൾ കൊണ്ടാണ് അവിചാരിത ദുരന്തങ്ങൾ സംഭവിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ തലത്തിൽ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു കമ്മിറ്റി ഉണ്ട്. ജില്ലാതല എല്ലാ തലങ്ങളിലും ഉണ്ടായാലും നമുക്ക് സംഭവിക്കുന്ന സംഭവങ്ങളോട് വളരെ പെട്ടെന്ന് പ്രതികരിക്കാനും ഇടപെടാനും ആവശ്യമായ സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ ജനകീയ ഇടപെടലാണ് ഏറ്റവും പ്രധാനപ്പെട്ട തലമെന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ കോഴ്സസ് എന്തെല്ലാം നമുക്ക് എപ്പോഴും ഉണ്ടായാലും ജനകീയ ഇടപെടൽ കൊണ്ടുണ്ടാകുന്ന പ്രത്യേകമായ ഗുണവും നേട്ടങ്ങളിലെല്ലാം നമുക്ക് ഓരോ സംഭവങ്ങൾ കൊടുത്ത് പരിശോധിക്കണം. തുടർന്ന് സ്റ്റുഡൻസ് റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സിന്റെ ലോഗോ പ്രകാശനം മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അസിസ്റ്റന്റ് കളക്ടർ ഇമ്പശേഖരൻ, ADM ജനിൽകുമാർ, MLA പുരുഷൻ കടലുണ്ടി, ഡെപ്യൂട്ടി കളക്ടർ അബ്ദുൽ നസർ B തുടങ്ങിയവരും പങ്കെടുത്തു. മലാപ്പറമ്പ് സ്കൂൾ ഏറ്റെടുത്ത പോലെ എല്ലാ എയ്ഡഡ് പ്രൈമറി സ്കൂളുകളും സർക്കാർ ഏറ്റെടുക്കണമെന്ന് കേരള എയ്ഡഡ് സ്കൂൾ പ്രൈമറി മാനേജ്മെന്റ് അസോസിയേഷൻ. സ്കൂളുകൾ നടത്തിക്കൊണ്ടുപോകാൻ സർക്കാരിൽ നിന്നും യാതൊരു സഹായവും ലഭിക്കുന്നില്ലെന്നും വികലമായ നയങ്ങളിലൂടെ മാനേജർമാരെ ദ്രോഹിക്കുകയാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി.
കേരളത്തിൽ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നവയിൽ മിക്കതും LP, UP സ്കൂളുകളാണ്. 4000-ലേറെ അധ്യാപകർ ഇപ്പോൾ പിരിച്ചുവിടലിന്റെ വക്കിലെത്തിയിരിക്കുന്നത് സർക്കാരിന്റെ വികലമായ നയം കാരണമാണെന്ന് കേരള എയ്ഡഡ് പ്രൈമറി സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിൽ 4000-ഓളം അധ്യാപകര് കുട്ടികളില്ലാതെ പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യം ഉണ്ടാവാനുള്ള കാരണം മാനേജ്മെന്റ് അല്ല, ഗവൺമെന്റിന്റെ വികലമായ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ്. തസ്തിക കുറവ് മൂലം പുറത്തുപോകുന്ന അധ്യാപകരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രൈമറി സ്കൂളുകളിൽ സംരക്ഷിക്കണമെന്ന പുതിയ KER ഭേദഗതി പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ ഒരു സഹായവുമില്ലാതെ സ്കൂളുകൾ പ്രവർത്തിപ്പിക്കാൻ പ്രയാസമാണെന്നും സ്കൂളുകൾ സർക്കാർ ഏറ്റെടുക്കുന്നതിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. എയ്ഡഡ് പ്രൈമറി സ്കൂൾ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കൂട്ടായ പ്രവർത്തനത്തിനായി കോഴിക്കോട് ശിക്ഷക് സദനിൽ ഡിസംബർ 24-ന് സംസ്ഥാന പ്രതിനിധി സമ്മേളനം സംഘടിപ്പിക്കുമെന്നും പ്രസിഡന്റ് PS ശശികുമാർ, MM സൈദലവി എന്നിവർ പറഞ്ഞു. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടുക എന്ന ആവശ്യവുമായി യുവമോർച്ച പ്രവർത്തകർ PSC ഓഫീസിലേക്ക് മാർച്ച് നടത്തി. യുവമോർച്ച സംസ്ഥാന സമിതി അംഗം P. റെനീഷ് ഉദ്ഘാടനം ചെയ്തു. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടുക എന്ന ആവശ്യവുമായാണ് യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടന്നത്. 150-ൽ പരം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കാനുള്ള സർക്കാർ തീരുമാനം റദ്ദാക്കുക എന്ന മുദ്രാവാക്യവുമായി PSC ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. യുവമോർച്ച സംസ്ഥാന സമിതി അംഗം P. റെനീഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരെയും പരിഗണിക്കുന്നതുവരെ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയില്ല. അതിനുവേണ്ടി ഒരു അക്രമ സമരം നടത്തുക എന്നുള്ളതല്ല യുവമോർച്ചയുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ 5 ലക്ഷത്തോളം ഒപ്പ് ശേഖരണം നടത്തി മുഖ്യമന്ത്രിക്ക് നിവേദനമായി നൽകുന്നുണ്ട്. ആ തീരുമാനം മാറ്റിയിട്ടില്ല എങ്കിൽ ഇതുപോലെ ഒരു മാർച്ചല്ല എന്റെ സുഹൃത്തുക്കളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളം ഞെട്ടുന്ന തരത്തിലുള്ള അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് യുവമോർച്ച സാക്ഷ്യം വഹിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് പ്രബീഷ് മാറാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ദിബിൻ, ഹരീഷ് തുടങ്ങിയവരും സംസാരിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാവ് K. കരുണാകരൻ അനുസ്മരണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മുൻ DCC പ്രസിഡന്റ് KC അബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിലെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നണി രാഷ്ട്രീയത്തിന് ചുക്കാൻ പിടിച്ച നേതാവായിരുന്നു കരുണാകരനെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. കോൺഗ്രസിന്റെ ഭീഷ്മാചാര്യനായിരുന്ന K. കരുണാകരന് സ്മരണാഞ്ജലി അർപ്പിക്കാൻ പാർട്ടി നേതാക്കളടക്കം നിരവധി പേരാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്തെത്തിയത്. ഓർമ്മകളിലെ ലീഡർക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാണ് അനുസ്മരണ പരിപാടികളുടെ തുടക്കം. മുൻ മുഖ്യനും കോൺഗ്രസിന്റെ അമരക്കാരനുമായ K. കരുണാകരനെ ഏറെ വാചാലതയോടെയാണ് നേതാക്കൾ അനുസ്മരിച്ചത്. കോൺഗ്രസിലെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നണി രാഷ്ട്രീയത്തിന് ചുക്കാൻ പിടിച്ച നേതാവായിരുന്നു കരുണാകരനെന്ന് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത മുൻ DCC പ്രസിഡന്റ് KC അബു പറഞ്ഞു. അതിവേഗം സഞ്ചരിച്ച് അതിവേഗ തീരുമാനമെടുക്കാൻ ലീഡർ പ്രാപ്തനായിരുന്നുവെന്നും അദ്ദേഹം അനുസ്മരിച്ചു. ആ പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ അനായാസം നേരിടുന്നതിന്, അതിജീവിക്കുന്നതിന് ലീഡർ കാണിച്ച ആ ഒരു കഴിവ് മറ്റൊരാൾക്കും തന്നെ കാണിക്കാൻ സാധിച്ചിരുന്നില്ല. ചടങ്ങിൽ DCC പ്രസിഡന്റ് T. സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. P. ശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി. KP അനിൽകുമാർ, M. രാജൻ, MT പത്മ, K. പ്രവീൺകുമാർ, VT സുരേന്ദ്രൻ തുടങ്ങിയവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. ഫൈനലി ഓർമ്മ വന്നു അല്ലേ? എന്ത് കണ്ണട മറന്നോ? വേറൊന്നും മറന്നില്ലേ? ഉറപ്പാ? ഈ മറവി എനിക്കിപ്പോ ഒരു ശീലമായി. ലാപ്ടോപ്പും സ്ക്രിപ്റ്റും ഇവിടെ തന്നെ ഇട്ടുപോയി. കണ്ണട വെച്ച് എന്താണോ ചെയ്യാൻ പോണത്? എവിടെ പോയി കണ്ണട? പില്ലോന്റെ അടിയിൽ ആരെ?
ഈ കണ്ണട കാണാൻ നല്ല ഭംഗിയുണ്ട്. വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരങ്ങൾ പറയും ഹാപ്പി ആനിവേഴ്സറി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. നിർധനരായവർക്ക് അരി വിതരണം ചെയ്ത് വ്യാപാരികളുടെ വേറിട്ട ക്രിസ്മസ് ആഘോഷം. ഇത് 30ാമത്തെ വർഷമാണ് ബേബി ബസാർ കരോൾ കമ്മിറ്റി നേതൃത്വത്തിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അരി എത്തിക്കുന്നത്. പരിപാടി ഷെവലിയർ സി ചാക്കുണ്ണി ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങളിൽ നിന്നും ചുവടുമാറ്റി ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ നിർധനരായവർക്ക് കൈത്താങ്ങിയേകുകയാണ് മിഠായി തെരുവിലെ വ്യാപാരികൾ. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി 300ഓളം പേർക്കാണ് വ്യാപാരികൾ അരി വിതരണം ചെയ്തത്. ബേബി ബസാറിൽ കരോൾ കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്കൊപ്പം കേക്ക് വിതരണവും കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ആഘോഷ പരിപാടികൾ CMA പാട്രൺ ഷെവലിയർ സി ചാക്കുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഷെരീഫ് PMC, ജസ്റ്റിൻ KM, ജോൺസൺ TL, ജോബ് CU, എഡിസൺ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഫാദർ ഡോക്ടർ തോമസ് കളരിക്കൽ ചടങ്ങിൽ ക്രിസ്തുമസ് സന്ദേശം നൽകി. പുൽക്കൂടും അലങ്കാരങ്ങളുമായി വിപുലമായ പരിപാടികളാണ് ബേബി ബസാറിൽ ഒരുക്കിയത്. ഇതര സംസ്ഥാനക്കാരടക്കം ആഘോഷങ്ങളിൽ പങ്കാളികളായി 100 കണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത്. ഒരു ദിവസം നീളുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി ബാൻഡ് മേളം, ശിങ്കാരിമേളം എന്നിവയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാമ്പത്തിക ആവശ്യങ്ങൾ ക്രമീകരിക്കാൻ കാലിക്കറ്റ് ടൌൺ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പുതിയ മൊബൈൽ ബാങ്കിംഗ് സംവിധാനം പുറത്തിറക്കി. നളന്തയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി AK ശശീന്ദ്രൻ നൂതന സംവിധാനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് മർച്ചന്റ് പേയ്മെന്റ് സിസ്റ്റം, സ്വിപ്പിംഗ് മെഷീൻ, അക്കൌണ്ട് ഓപ്പണിംഗ് സംവിധാനങ്ങളും ബാങ്ക് പരിചയപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് അസാധുവാക്കൽ മൂലം നിലനിൽക്കുന്ന രൂക്ഷമായ കറൻസി ക്ഷാമം പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പുതിയ മൊബൈൽ ബാങ്കിംഗ് സംവിധാനം ഒരുക്കിയത്. കാലിക്കറ്റ് ടൌൺ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പരിചയപ്പെടുത്തുന്ന സംവിധാനം ഇടപാടുകാരുടെ സാമ്പത്തികാവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം കച്ചവട മേഖല പുനരുജ്ജീവിപ്പിക്കാനും കറൻസി രഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കാനും സാധിക്കുന്നതാണ്. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മൊബൈൽ ബാങ്കിംഗ് സംവിധാനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. മറ്റു ബാങ്കുകളിലെ അക്കൌണ്ടുകൾ ക്ലോസ് ചെയ്ത് കാലിക്കറ്റ് ടൌൺ സർവീസ് ബാങ്കിൽ അക്കൌണ്ട് ആരംഭിക്കാനെത്തിയ നഗരത്തിലെ വ്യാപാരികളുടെ അക്കൌണ്ട് ഓപ്പണിംഗ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സുജയും മർച്ചന്റ് പേയ്മെന്റ് സിസ്റ്റം കൌൺസിലർ ജയശ്രീ കീർത്തിയും സ്വിപ്പിംഗ് മെഷീൻ ഉദ്ഘാടനം സഹകരണ ജോയിന്റ് രജിസ്ട്രാർ TP ശ്രീധരനും നിർവഹിച്ചു. ചടങ്ങിൽ ടൌൺ ബാങ്ക് ചെയർമാൻ M ഭാസ്കരൻ അധ്യക്ഷനായി. ജനറൽ മാനേജർ E സുനിൽകുമാർ, KP ബഷീർ, വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റ് K ഹസൻകോയ, KP അബൂബക്കർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ബാങ്കിന്റെ പുതിയ സംവിധാനം വരുന്നതോടെ കച്ചവട വ്യാപാര മേഖലയെ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇടപാടുകാർക്കും പ്രയോജനകരമാകുന്ന പദ്ധതി വ്യാപകമാക്കാനാണ് നീക്കം. കറൻസി നിരോധനത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം ബേപ്പൂരിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. ബെഫി മുൻ അഖിലേന്ത്യാ സെക്രട്ടറി AK രമേശ് മുഖ്യപ്രഭാഷണം നടത്തി. 2016 നവംബർ 8 രാത്രി യാതൊരു മുന്നൊരുക്കവുമില്ലാതെ നരേന്ദ്രമോദി 500,000 രൂപ നോട്ടുകൾ അസാധുവാക്കിയതിനെ തുടർന്ന് രാജ്യത്താകമാനം ജനങ്ങൾ നട്ടം തിരിയുകയാണ്. ഇതിന്റെ ഫലമായി ജനങ്ങളുടെ വാങ്ങൽ ശേഷിയിലും വലിയ ഇടിവുണ്ടായി. 3 ആഴ്ച കൊണ്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രിയും 51 ദിവസം കൊണ്ട് പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുമെന്നും അല്ലാത്തപക്ഷം തന്നെ തൂക്കിക്കൊന്നുകൊള്ളൂ എന്നും പ്രധാനമന്ത്രിയും പ്രസ്താവിച്ചിരുന്നു. എന്നാൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് ഒരു കുറവും ഇതുവരെ ഉണ്ടായില്ല. നോട്ട് പിൻവലിക്കലിന്റെ പിന്നാമ്പുറ രഹസ്യങ്ങൾ തുറന്നുകാട്ടുന്നതിന് പുരോഗമന കലാ സാഹിത്യ സംഘം ബേപ്പൂർ യൂണിറ്റ് ബേപ്പൂർ അങ്ങാടിയിൽ കറൻസി നിരോധനത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗവും ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മുൻ പ്രസിഡന്റുമായ AK രമേശ് മുഖ്യപ്രഭാഷണം നടത്തി. പുരോഗമന കലാ സാഹിത്യ സംഘം ബേപ്പൂർ മേഖലാ പ്രസിഡന്റ് പള്ളത്ത് പത്മനാഭൻ അധ്യക്ഷനായിരുന്നു. പുരോഗമന കലാ സാഹിത്യ സംഘം ഭാരവാഹികളായ കരുവള്ളി ശശി, CK ശിവദാസ് തുടങ്ങിയവരും പ്രസംഗിച്ചു. ഉണ്ണിയേശുവിന്റെ പിറവി ആഘോഷമാക്കാനൊരുങ്ങി നഗരം. സാന്റമാരും മാലാഖമാരും നിറഞ്ഞ ഹൈലൈറ്റിലെ B ജൂനിയേഴ്സ് പ്രീ സ്കൂളിലെ കുട്ടിക്കുറുമ്പന്മാരുടെ ക്രിസ്മസ് ആഘോഷം കൌതുകമുണർത്തുന്നതായിരുന്നു. അമ്മമാർക്കും കുട്ടികൾക്കും ഒരുപോലെ പങ്കെടുക്കാവുന്ന പ്രത്യേക പരിപാടികളും ആഘോഷത്തിലെ വേറിട്ട കാഴ്ചയാണ്. മഞ്ഞു പെയ്യുന്ന ഡിസംബർ രാവുകളിൽ ഉണ്ണിയേശുവിന്റെ പിറവി ആഘോഷമാക്കാനൊരുങ്ങുകയാണ് വിശ്വാസികൾ. പുൽക്കൂട്ടിൽ പിറന്ന നാഥനു വേണ്ടി വഴികാട്ടാൻ വഴിയുടനീളം കണ്ണു ചിമ്മുകയാണ് താരകങ്ങളും. ഉണ്ണിയേശുവും സാന്റാമാരും മാലാഖമാരും നിറഞ്ഞ ഹൈലൈറ്റിലെ ദ ജൂനിയേഴ്സ് പ്രീ സ്കൂളിലെ കുട്ടിക്കുറുമ്പന്മാരുടെ ആഘോഷം വ്യത്യസ്തമായിരുന്നു. ഇവിടെ കുട്ടിക്കുറുമ്പുകൾക്ക് മാത്രമല്ല ആഘോഷം നടന്നത്, അമ്മമാർക്കും വ്യത്യസ്തമാർന്ന പരിപാടികളാണ് ഒരുക്കിയത്. കുഞ്ഞുങ്ങളുടെ കുറുമ്പുകൾക്കിടയിൽ അമ്മമാർ വ്യത്യസ്തമാർന്ന രീതിയിൽ തന്നെയാണ് വെജിറ്റബിൾ ഫ്രൂട്ട്സ് കാർവിംഗ് മത്സരത്തിൽ പങ്കെടുത്തത്. ക്രിസ്മസ് അപ്പൂപ്പനെ ഉണ്ടാക്കാനുള്ള പരിശീലനത്തിലും അമ്മമാർക്കൊപ്പം കുറുമ്പന്മാരും പങ്കുചേർന്നു. തുടർന്ന് ജിംഗിൾ ഗാനങ്ങൾക്ക് കുരുന്നുകൾ താളമിട്ടു. ആടിയും പാടിയും അവർ ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങി.
ചെറിയ പ്രായത്തിലെ കുട്ടികളെ ഇത്തരം പരിപാടികളിൽ പങ്കെടുപ്പിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുവഴി അമ്മമാർക്ക് അവരുടെ മാറ്റങ്ങളെ മനസ്സിലാക്കാനുമുള്ള വേദി കൂടിയാണ് ഈ ആഘോഷമെന്ന് സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി ജിഷ പറഞ്ഞു. എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത്. ഇതിലൂടെ അവരുടെ ഇന്റലക്ച്വൽ ഗ്രോത്ത് ഉണ്ടാവും. പേരൻസിനും ഇങ്ങനെ ഒരു കാര്യം എന്താ ഡെവലപ്മെന്റ് ഉണ്ടാവണം എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തത്. വിഷ് യു എവ്രിവൺ എ ഹാപ്പി ന്യൂ ഇയർ. ക്രിസ്തുമസിന്റെ ആചാരങ്ങളും ആഘോഷരീതികളും ദേശങ്ങൾക്കും കാലങ്ങൾക്കും അനുസരിച്ച് വ്യത്യസ്തമാണ്. തികച്ചും മതപരമായ ആഘോഷങ്ങളെക്കാൾ മതേതരമായ രീതികൾക്കാണ് ഇന്ന് പ്രാമുഖ്യം കാണുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഈ പ്രീ സ്കൂളിലും ആഘോഷം നടന്നത്. നഗരത്തിലെ ഗാനവേദികളിൽ കഴിഞ്ഞ 35 വർഷങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന ഗായക ദമ്പതികളെ കോഴിക്കോട് ആതിഥേയ സംഘം ആദരിക്കുന്നു. ഗായകൻ അജിത് കുമാറും ഭാര്യ സുജാതയുമാണ് ആദരമേറ്റുവാങ്ങുന്നത്. ഡിസംബർ 26 ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ അനുരാഗ പൂമുല്ല എന്ന സംഗീത പരിപാടിയും അരങ്ങേറും. നഗരത്തിലെ സംഗീത ട്രൂപ്പുകളിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ഗാനമേളകളിലൂടെ ജനപ്രിയ ഗായകനായി വളർന്ന അജിത് കുമാർ, യേശുദാസ്, ഉണ്ണിമേനോൻ, ബിജുമേനോൻ, മധു ബാലകൃഷ്ണൻ എന്നിങ്ങനെ ഒട്ടുമിക്ക ചലച്ചിത്ര ഗായകർക്കും ട്രാക്ക് പാടിയിട്ടുണ്ട്. മികച്ചൊരു വിസിൽ സിംഗർ കൂടിയാണ് അജിത് കുമാർ. ഭജൻ കാസറ്റുകളിലൂടെയും മാപ്പിളപ്പാട്ട് വേദികളിലൂടെയും വളർന്ന ഗായികയാണ് സുജാത. പി സുശീല, ജി വേണുഗോപാൽ, ഉണ്ണിമേനോൻ, SP ബാലസുബ്രഹ്മണ്യം എന്നിവർക്കൊപ്പം വേദി പങ്കിട്ട സുജാതയ്ക്ക് ശങ്കർ മഹാദേവൻ, ഹരിഹരൻ എന്നിവർക്കൊപ്പം സിംഗപ്പൂരിൽ ഗാനമേളയിൽ പാടാനും അവസരം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബേപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഗീതാധ്യാപികയായി ജോലി ചെയ്യുകയാണ് സുജാത. കോഴിക്കോട് ആതിഥേയ സംഘം ഡിസംബർ 26 ഒരുക്കുന്ന അനുരാഗ പൂമുല്ല എന്ന ആദരിക്കൽ ചടങ്ങ് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകനും ഗായകനുമായ ഷാൻ റഹ്മാൻ ഗായക ദമ്പതിമാർക്കുള്ള ഉപഹാരം സമ്മാനിക്കും. കവിയും ഗാനരചയിതാവുമായ PK ഗോപി അനുമോദന പ്രസംഗം നടത്തും. തുടർന്ന് അജിത് കുമാർ, സുജാത ദമ്പതിമാരും മക്കളായ അതുൽ, അമൽ, സഹോദരിപുത്രൻ ഫിദൽ എന്നിവർ ഒരുക്കുന്ന അനുരാഗ പൂമുല്ല എന്ന ഗാനസന്ധ്യയും അരങ്ങേറുമെന്ന് സംഘാടകർ പറഞ്ഞു. വാർത്തകളിൽ ഒരിടവേള. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. ഫൈനലി ഓർമ്മ വന്നു അല്ലേ? എന്ത് കണ്ണട മറന്നോ? വേറൊന്നും മറന്നില്ലേ? ഉറപ്പാ? ഈ മറവി എനിക്കിപ്പോ ഒരു ശീലമായി. ലാപ്ടോപ്പും സ്ക്രിപ്റ്റും ഇവിടെ തന്നെ ഇട്ടുപോയി. കണ്ണട വെച്ച് എന്താണോ ചെയ്യാൻ പോണത്? എവിടെ പോയി കണ്ണട? പില്ലോന്റെ അടിയിലാരെ? ഈ കണ്ണട കാണാൻ നല്ല ഭംഗിയുണ്ട്. വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരങ്ങൾ പറയും. ഹാപ്പി ആനിവേഴ്സറി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. നമുക്ക് സുരക്ഷിതത്വത്തിന്റെ സാന്ത്വനം അനുഭവപ്പെടുന്ന ഇടങ്ങളിലാണ് ദേശീയബോധം ഉണരേണ്ടതെന്ന് KEN കുഞ്ഞഹമ്മദ്. കോഴിക്കോട് സാംസ്കാരിക വേദിയുടെ സഹകരണത്തോടെ DC ബുക്സ് സാഹിത്യോത്സവത്തിന്റെ മുന്നോടിയായി നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൃദ്യമായ അനുഭവങ്ങളിലൊന്നായിരുന്ന ദേശീയത ഇന്ന് വിരട്ട് രാഷ്ട്രീയതയുടെ പശ്ചാത്തലത്തിൽ വീർപ്പുമുട്ടുകയാണെന്ന് KEN കുഞ്ഞഹമ്മദ് പറഞ്ഞു. കോഴിക്കോട് സാംസ്കാരിക വേദിയും DC ബുക്സും സംയുക്തമായി സംഘടിപ്പിച്ച പുസ്തക ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയത എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളല്ല. നമുക്ക് സുരക്ഷിതത്വത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവപ്പെടുന്ന ഇടങ്ങളിലാണ് ദേശീയബോധം ഉണരേണ്ടത്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച കഥകൾ എഴുതുന്നത് കഥാകൃത്തുകളല്ല, മറിച്ച് പോലീസ്, സൈനിക പീഡന കേന്ദ്രങ്ങളിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. M മുകുന്ദന്റെ ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ, സക്കറിയയുടെ തേൻ, TD രാമകൃഷ്ണന്റെ സിറാജുന്നിസ എന്നീ കഥകളും സുസ്മേഷ് ചന്ദ്രോത്തിന്റെ നിത്യസമിൽ, ഖദീജ മുംതാസിന്റെ നീട്ടിയെഴുത്തുകൾ, ജയചന്ദ്രന്റെ മെയിൻ കാഫ് എന്നീ നോവലുകളുമാണ് പ്രകാശനം ചെയ്തത്. VR സുധീഷ്, PK പാറക്കടവ്, M മുകുന്ദൻ, NP ഹാഫിസ് മുഹമ്മദ്, TD രാമകൃഷ്ണൻ, മുസഫർ അഹമ്മദ്, KP രാമനുണ്ണി എന്നിവരാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. MC അബ്ദുൽ നാസർ, MD രാധിക എന്നിവർ പുസ്തക പരിചയം നടത്തി. കോഴിക്കോട് സാംസ്കാരിക വേദി കൺവീനർ AK അബ്ദുൽ ഹക്കീം അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ DC രവി, KV ശശി എന്നിവർ സംസാരിച്ചു.
ഫെബ്രുവരി 2 മുതൽ 5 വരെ കോഴിക്കോട് ബീച്ചിലാണ് DC ബുക്സ് സാഹിത്യോത്സവം നടക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ 200-ലേറെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ചരിത്രകാരന്മാരും പരിപാടിയിൽ പങ്കെടുക്കും. കോഴിക്കോട്ടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന PM ശ്രീധരന്റെ 4ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണം സംഘടിപ്പിച്ചു. SK സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന അനുസ്മരണ പരിപാടികൾ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രം ജോയിന്റ് സെക്രട്ടറിയും പുസ്തക പ്രാസാദക രംഗത്തും കലാ സാംസ്കാരിക രംഗത്തും കോഴിക്കോടിന്റെ സജീവ സാന്നിധ്യമായിരുന്ന PM ശ്രീധരന്റെ 4ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രത്തിൽ PM ശ്രീധരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അനുസ്മരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ MM ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. രവീന്ദ്രൻ സാറ് ഞങ്ങൾ രാവിലെ ഒരു മീറ്റിങ്ങിന് പങ്കെടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് എൻ്റെ പ്രസംഗം ചുരുക്കി ഇപ്പം വെറുതെ പറയുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബഷീർ സാറിനെ വീണ്ടും പടക്കണ്ട എന്ന് വിചാരിച്ച് അദ്ദേഹം പരിപാടിയൊന്നും ഇല്ല എന്ന് വെറുതെ പറയാം. കൌൺസിലർ M സലീന, ഡോക്ടർ PV രാമചന്ദ്രൻ, M രാജൻ, KJ തോമസ്, ഭാസി മലാപ്പറമ്പ് എന്നിവർ സംസാരിച്ചു. EP ജ്യോതി കവിതാലാപനം നടത്തി. SK സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് TV രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. PMV പണിക്കർ സ്വാഗതവും പൂനൂർ K കരുണാകരൻ നന്ദിയും പറഞ്ഞു. സമ്പോധ് ഫൌണ്ടേഷൻ ഋഷി വിഷൻ പരിപാടികൾക്ക് ഡിസംബർ 25-ന് തുടക്കമാകും. KP കേശവമേനോൻ ഹാളിൽ നടക്കുന്ന മഹാസത്സംഗത്തിൽ ബോധാനന്ദ മഹാരാജ് സംസാരിക്കും. ബോധാനന്ദ സ്വാമിയുടെ കേരള സന്ദർശന പരിപാടികൾക്കും ഇതോടെ തുടക്കമാകും. ഋഷി വിഷൻ 2016-17 പരിപാടിയുടെ ഭാഗമായി സമ്പോധ് ഫൌണ്ടേഷനും ബോധാനന്ദ സേവാ സൊസൈറ്റിയും ചേർന്ന് ഡിസംബർ 25-ന് KP കേശവമേനോൻ ഹാളിൽ മഹാസത്സംഗം സംഘടിപ്പിക്കും. മഹാസത്സംഗത്തിൽ സമ്പോധ് ഫൌണ്ടേഷൻ പരമാചാര്യനായ ബോധാനന്ദ മഹാരാജ് വേദാന്തവും സയൻസും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കും. ബോധാനന്ദ സ്വാമിയുടെ കേരള സന്ദർശന പരിപാടികളും ഇതോടെ ആരംഭിക്കും. ഋഷി വിഷൻ പരിപാടികളുടെ ഭാഗമായി സമ്പോധ് ഫൌണ്ടേഷൻ പ്രവർത്തകർ ആരോഗ്യ സംരക്ഷണം, പരിസ്ഥിതി പരിപാലനം, സാനുകമ്പ നീതി ഉറപ്പാക്കൽ, സാമൂഹിക സ്വയം സംരംഭകത്വ മാർഗദർശനം എന്നീ പരിപാടികളും നടത്തും. ഇതിനോടനുബന്ധിച്ച് ഡിസംബർ 26-ന് റൺ സമ്പോധ് റൺ എന്ന കൂട്ടയോട്ടം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ദളിതർക്കു നേരെ നടക്കുന്ന പീഡനങ്ങൾക്കെതിരെ ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കിഡ്സൺ കോർണറിൽ ധർണ നടത്തി. DCC പ്രസിഡന്റ് T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ആതിര ആത്മഹത്യ ചെയ്തതിന്റെ യഥാർത്ഥ പ്രതി പോലീസാണെന്ന് DCC പ്രസിഡന്റ് T സിദ്ദിഖ്. ദളിതർക്കു നേരെ നടക്കുന്ന പീഡനങ്ങൾക്കെതിരെ ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാനാഞ്ചിറ കിഡ്സൺ കോർണറിൽ നടന്ന സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു തെറ്റും ചെയ്യാത്ത പെൺകുട്ടികളെ വനിതാ പോലീസ് ഇല്ലാതെയാണ് അറസ്റ്റ് ചെയ്ത് 2.5 മണിക്കൂർ സ്റ്റേഷനിൽ നിർത്തിയത്. സ്റ്റേഷനിൽ വെച്ചുണ്ടായ അപമാനമാണ് കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ദളിത് പീഡനത്തിൽ മുഖ്യമന്ത്രി കാണിക്കുന്ന മൌനം ഇത്തരം പീഡനങ്ങൾക്ക് പ്രോത്സാഹനമാണെന്നും ദളിതർക്കെതിരെ എന്തക്രമം കാണിച്ചാലും മുഖ്യമന്ത്രി സംരക്ഷിക്കുമെന്ന ബോധമാണ് പോലീസിനെ ഇത്തരം അക്രമത്തിലേക്ക് നയിക്കുന്നതെന്നും കേരള പോലീസിന് BJPയുടെ പ്രാതം കൂടിയിരിക്കുകയാണെന്നും സിദ്ദിഖ് പറഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ നാണംകെട്ട ഒരു സംഭവം ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഇതുവരെ സ്വീകരിച്ചില്ല. ദളിത് ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന നടപടികൾക്ക് ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുക. ചക്കിക്കൊത്ത ചങ്കർ എന്ന് പറയുന്നത് പോലെ സീനിയോറിറ്റി ലംഘിച്ചുകൊണ്ട് ഒരു DGPയെ കേരളത്തിൽ നിയമിച്ചിട്ടുണ്ട് ശ്രീ ബെഹ്റ. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV അരവിന്ദാക്ഷൻ അധ്യക്ഷം വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗങ്ങളായ I മൂസ, K രാമചന്ദ്ര മാസ്റ്റർ, DCC മുൻ ജനറൽ സെക്രട്ടറി KV സുബ്രഹ്മണ്യൻ, മാക്കൂൽ കേളപ്പൻ, MP ബാലൻ, M അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഇനി ശബരിമല വിശേഷങ്ങൾ. പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ കാട്ടിനുള്ളിലേക്ക് വ്യാപിപ്പിക്കുന്നു. പദ്ധതി നടത്തിപ്പിനായി വിവിധ ഡിപ്പാർട്ട്മെന്റുകളും കൈകോർക്കുന്നുണ്ട്. ശബരിമലയിൽ അധികൃതർ നേരിടുന്ന മുഖ്യ വെല്ലുവിളികളിലൊന്നാണ് ശബരിമലയിലേക്ക് എത്തുന്ന വലിയ തോതിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. സന്നിധാനത്തെത്തുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കൃത്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ അധികൃതർ കാടിനുള്ളിലേക്ക് ശ്രദ്ധ കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ അളവിൽ ശബരിമലയ്ക്ക് സമീപമുള്ള വനങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിക്കഴിഞ്ഞു. ഇവ നീക്കം ചെയ്യുക എന്നത് ശ്രമകരമായ ജോലിയാണ്. പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഭാഗമായി ഈ ദൌത്യമാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ കൈകോർത്തുകൊണ്ട് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കാടിനുള്ളിൽ DYSP M രമേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. പൂങ്കാവനമാകേണ്ട വനത്തിൽ അയ്യപ്പ ഭക്തരുടെ അശ്രദ്ധ മൂലം വലിയ തോതിൽ പ്ലാസ്റ്റിക് കുന്നുകൂടിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു.
വലിയ തോതിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഒരു ശേഖരമാണ് ഈ നിബിഡമായിട്ടുള്ള ഈ വനത്തിനകത്തുണ്ടാകുന്ന മനസ്സിലായിട്ടുണ്ട്. അത് അയ്യപ്പന്റെ ഈ പുണ്യം, ഈ പൂങ്കാവനം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ പ്രദേശം പ്ലാസ്റ്റിക് കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അതിനെതിരെ ബന്ധപ്പെട്ട അധികാരികളുടെ എല്ലാം ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കൂടാതെ ഞങ്ങൾ ഈ വർഷം ഈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ സന്നിധാനത്തിൽ ഡ്യൂട്ടി മജിസ്ട്രേറ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ഒരു ടീമുണ്ട്. അവരുടെ കൂടെയുള്ള SS വോളണ്ടിയേഴ്സിൻ്റെ സഹായത്തോടു കൂടി ഓരോ പ്രദേശത്തുമുള്ള ഫോറസ്റ്റ് ഏരിയയിലും ഞങ്ങൾ ഇറങ്ങി ആ ഭാഗത്തുള്ള പ്ലാസ്റ്റിക് ഐസൊലേറ്റ് ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇതോടൊപ്പം വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് രഹിത ശബരിമല എന്ന ലക്ഷ്യവുമായി ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ശാസ്ത്രത്തെ മനോഹരമായി ഉപയോഗിച്ച് വായനക്കാരെ രസിപ്പിക്കുന്ന ശൈലിയിൽ എഴുതാൻ കഴിയുന്ന സാഹിത്യകാരനാണ് സി രാധാകൃഷ്ണൻ എന്ന് MT വാസുദേവൻ നായർ അഭിപ്രായപ്പെട്ടു. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സി രാധാകൃഷ്ണൻ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡയറക്ടർ MJ വിജയപത്മൻ പൊന്നാടി അണിയിച്ചു. മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ, K ജയകുമാർ, ഡോക്ടർ ഗദിജ മുംതാസ്, PV ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. 2 ലക്ഷം രൂപയും ശില്പവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലാദ്യമായി വിദ്യാർത്ഥി ദുരന്ത നിവാരണ സേന കോഴിക്കോട് സജ്ജമാകുന്നു. ദുരന്ത ഭൂമിയിൽ രക്ഷകരായി വിദ്യാർത്ഥി സേനയും. PSC റാങ്ക് ലിസ്റ്റുകളുടെ സമയപരിധി നീട്ടണമെന്ന് യുവമോർച്ച. പ്രതിഷേധവുമായി PSC ഓഫീസ് മാർച്ച്. ലീഡർ K കരുണാകരന്റെ 6ാം ഓർമ്മ ദിവസം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.